ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് VR എന്ന സീരീസിൻ്റെ ഫൈനൽ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് എല്ലാവരും ഓരോരോ സ്ഥലങ്ങളിൽ നിന്ന് പഠിക്കുന്നതാണ്. ആദ്യം തന്നെ ക്യൂവിനെയും ഭീമിനെയും കാണിക്കുമ്പോൾ അവരവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ലൈബ്രറിയുടെ അവിടെ എത്തോ ചെന്നിരുന്ന് പഠിക്കുന്നുണ്ട്. അടുത്ത് ടോയിനെയും മാത്യുവിനെയും കാണിക്കുമ്പോൾ അവരുടെ ആർട്ട് ക്ലാസ്സിൽ ഇരുന്ന് വർക്ക് ചെയ്യാണ്. അതിനുശേഷം പുമ്മിനെയും പിന്നെ മിക്കിനെയും ബിയറിനെയും കാണിക്കുമ്പോൾ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരുന്ന് പഠിക്കുന്നുണ്ട്. ഫാനിനെയും കാണിക്കുമ്പോൾ പഠിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ രണ്ടുപേരും അങ്ങോട്ടേക്ക് ഐ ലവ് യു എന്നും പറഞ്ഞ് ക്യൂട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ബേബി എന്നും വിളിച്ചുകൊണ്ട് ഇരിപ്പുണ്ട്. അതിനുശേഷം ചെയിനെയും ബന്നിനെയും കാണിക്കുമ്പോൾ പഠിച്ച് ബന്നിന് നല്ല ഉറക്കം വന്നിട്ട് ബന്നങ്ങ് ബെഞ്ചിൽ തല വെച്ച് കിടന്ന് ഉറങ്ങുകയാണ്. എന്നാൽ ചെയിനാണെങ്കിൽ ഉറങ്ങല്ലേന്ന് പറഞ്ഞ് പിടിച്ചിരുത്തി പഠിപ്പിക്കുന്നൊക്കെ ഉണ്ട്. എല്ലാവരും ഇങ്ങനെ പഠിക്കാൻ അങ്ങനെ പറ്റുന്നില്ല. ഇവരുടെ ഫൈനൽ എക്സാം വരുവാണ്. അങ്ങനെ എല്ലാവരും ഇരുന്ന് പഠിക്കുന്നുണ്ട്. അവരുടെ എക്സാം എല്ലാം കഴിയുന്നുണ്ട്. അങ്ങനെ എക്സാം കഴിയുമ്പോൾ തന്നെ ഇവരെല്ലാവരും ഒരുമിച്ച് മീറ്റ് ചെയ്യാണ്. ആ സമയം മാത്യു ആണെങ്കിൽ എക്സാം എല്ലാം കഴിഞ്ഞെന്നും പറഞ്ഞ് പേപ്പറെല്ലാം എടുത്ത് വലിച്ചൊക്കെ എറിയുന്നുണ്ട്. അതിന് ശരിക്കും ഇരിക്കുന്ന സമയത്ത് ക്യൂ ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും വീണ്ടും ട്രിപ്പിന് പോയാലും ചോദിക്കുകയാണ്. ആ സമയം ചെയിൻ നമുക്ക് വീണ്ടും ചിയാങ് മായിൽ പോയെന്ന് പറയാണ്. നേരത്തെ ഇവർ ഭീമിൻ്റെ വീട്ടിൽ പോയായിരുന്നല്ലോ ട്രിപ്പിന്. ഭീമിൻ്റെ വീടും ചിയാങ് മായിലാണ്. അങ്ങനെ ഇവൻ വീണ്ടും ചിയാങ് മായിൽ നിന്ന് പോകാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ നിനക്ക് അവിടെ പോയി മതിയായില്ലേന്ന് പറയുന്നുണ്ട്. ആ സമയം ക്യൂ ഒക്കെ ആണെങ്കിൽ നമ്മളാണെങ്കിൽ അതിനവിടെ സ്ഥലങ്ങളൊന്നും അങ്ങനെ കാണാൻ പോയില്ലല്ലോ, നമുക്ക് പോകാം, നമുക്ക് ബീച്ചിലും പോവാം, പിന്നെ റൂമൊന്നും ബുക്ക് ചെയ്യണ്ട, റൂമൊക്കെ എൻ്റെ വകയെന്ന് പറയുന്നുണ്ട്. ആ സമയം എല്ലാവരും അത് ശരിയാ, നിനക്ക് സ്വന്തമായിട്ട് റിസോർട്ടൊക്കെ ഉള്ളല്ലേ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ക്യൂ ആണെങ്കിൽ നമ്മൾ വിചാരിച്ച ആളൊന്നുമല്ല, ഭയങ്കര റിച്ചാണ്, സ്വന്തമായിട്ട് റിസോർട്ടൊക്കെ ഉണ്ട്. അങ്ങനെ അവരെല്ലാവരും അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. ഇവർ അങ്ങനെ ഫസ്റ്റ് തന്നെ അവിടെ എത്തിയ ശേഷം ക്യൂവിൻ്റെ ആ റിസോർട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ റിസപ്ഷനിലിരിക്കുന്ന പെൺകുട്ടി വന്നിട്ട് ക്യൂവിനെ നേരത്തെ അറിയാമെന്നുള്ളത് തന്നെ, ക്യൂ നിങ്ങളെല്ലാവരും എത്തിയോ, നിങ്ങളിപ്പോൾ റൂമിലോട്ട് പോകുന്നുണ്ടോ, ഞാൻ കീ തരട്ടെ എന്ന് ചോദിക്കുകയാണ്. ആ സമയം അവർ പറഞ്ഞിട്ട് അങ്ങനെ ഓരോരുത്തർക്കും കീ കൊടുക്കുന്നുണ്ട്. ആ സമയം ആ പെൺകുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, അതായത് ഫുഡിൻ്റെ കാര്യമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, പിന്നെ രാത്രിയിലത്തെ ഡിന്നർ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ റൂമിൽ കൊണ്ടെത്തിക്കുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഡൈനിങ് ടേബിളിൽ അങ്ങോട്ടേക്ക് വന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. അതെല്ലാ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ ഭീമും പുമ്മും കൂടെ ആയിട്ട് ഒരു റൂമായിരുന്നു എടുത്തത്. അവരുടെ റൂമിൽ ചെന്നതും പുമ്മാണെങ്കിൽ ഭീമിനെ പിടിച്ച് ബെഡിൽ കിടത്തിയിട്ട് അവനെ കിസ് ചെയ്യാണ്. ആ സമയം ഭീമാണെങ്കിൽ ഇതേ മര്യാദയ്ക്കിരുന്ന് ശരിയാക്കി തരുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പുമ്മ അത് കേൾക്കുന്നേ ഇല്ല. പുമ്മ ഭീമിനെ കിസ് ചെയ്യാണ്. അങ്ങനെ ഭീമും പുമ്മിനെ പിടിച്ച് വെച്ച് രണ്ടുപേരും കൂടെ അങ്ങോട്ട് കിസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ക്യൂവിനെയും ടോയിനെയും കാണിക്കുമ്പോൾ അവരുടെ റൂമിൻ്റെ ബാൽക്കണിയിൽ അവിടെ വന്നിക്കാണ്. ആ സമയം ടോയ് ആണെങ്കിൽ നമ്മുടെ റൂം മാത്രമാണല്ലോ ഈ ഫ്ലോറിലുള്ളത്, ബാക്കി ആരും ഇവിടെ അല്ലല്ലേ എന്ന് പറഞ്ഞപ്പോൾ ക്യൂ ആണെങ്കിൽ നമ്മുടെ മാത്രം ഈ ഫ്ലോറിൽ, ഇത് ആക്ച്വലി ഹോട്ടൽ റൂമല്ല, ഇത് എൻ്റെ സ്വന്തം റൂമാണ്, ഇത് നമ്മൾ റിസർവ് ചെയ്തെടുത്തതെന്നല്ല, ഇത് എനിക്ക് നിനക്ക് ഇപ്പോൾ ഉള്ള റൂമാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ടോയ് ആണെങ്കിൽ അടിപൊളി, എനിക്ക് ഇതുപോലെ സ്വന്തമായിട്ട് റൂം വേണമെന്ന് പറയാണ്. ആ സമയം ക്യൂ ആണെങ്കിൽ എന്തിനാ റൂമൊക്കെ എടുക്കാൻ നിൽക്കുന്നത്, ഒരു റൂമുള്ളതും ഒരു റിസോർട്ട് സ്വന്തമായിട്ടുള്ള ബോയ് ഫ്രണ്ടിനെ കിട്ടുന്നതും രണ്ടും ഒരുപോലെയെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കവിളിലൊക്കെ കിസ് ചെയ്തു. പിന്നെ രണ്ടുപേരും അവിടെ ആ ഒരു വ്യൂ ഒക്കെ കണ്ടുകൊണ്ടിട്ടുണ്ട്. അതിനുശേഷം ഇവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ കടൽ പോലൊരു ഭാഗമുണ്ട്, അതിൻ്റെ അവിടെ ചെന്ന് നിന്നിട്ട് അവരാണെങ്കിൽ കുറേ കളിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഗെയിംസ് എല്ലാം കളിച്ച് കുറേ സെൽഫിയൊക്കെ എടുത്ത് ഇവരിങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ രാത്രിയായ സമയത്ത് ക്യൂവും ടോയും കൂടെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് അവിടെ എല്ലാം കൂടെ. ആ സമയം ടോയ് ആണെങ്കിൽ ക്യൂവിൻ്റെ അടുത്ത്, നിന്നെപ്പോലെ ഇത്ര റിച്ച് ആയിട്ടുള്ളൊരു ബോയ് ഫ്രണ്ട് എനിക്കുണ്ടല്ലോ, ഇനി എനിക്ക് വേറെ ഒന്നും ചെയ്യണ്ട, ചുമ്മാ അങ്ങ് നടന്നാൽ മതി എന്ന് പറയാണ്. ആ സമയം ക്യൂ ആണെങ്കിൽ ടോയുടെ തലയിൽ ഒരു കുഞ്ഞടി കൊടുക്കുന്നുണ്ട്. ആ സമയം ടോയ് ആണെങ്കിൽ നീ ഒട്ടും റൊമാൻറ്റിക് അല്ലാന്ന് പറഞ്ഞിട്ട് ഇവരുടെ അവിടെ സൈഡിൽ ചെന്നിരിക്കുകയാണ്. ആ സമയം ക്യൂ ആണെങ്കിൽ ടോയുടെ അടുത്ത് താങ്ക്സ് പറയാണ്. ആ സമയം ടോയ് എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ക്യൂ ആണെങ്കിൽ എങ്ങനെയായാലും നീ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടല്ലോ, അതുപോലെ തന്നെ എനിക്ക് എപ്പോഴും നിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ, അക്കാലത്ത് ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന് പറഞ്ഞിട്ട് അവർ കിസ് ചെയ്യാണ്. അതിനുശേഷം കാരണം അടുത്ത ദിവസം ഇവരെല്ലാവരും തന്നെ ബോട്ടിങ്ങിന് പോകുന്നതാണ്. അങ്ങനെ പോകാനായിട്ട് ഇങ്ങനെ അവരവിടെ ബോട്ടിൻ്റെ അവിടെ എത്തിയതും ടാൻ ഭയങ്കര കാര്യത്തിൽ മിക്കിൻ്റെ അടുത്തും ബിയറിൻ്റെ അടുത്തും ഒക്കെ, നിങ്ങളല്ലേ ഫ്രണ്ടിൽ ഇരിക്കുന്നത്, കടലിൽ കാണുമ്പോഴത്തേക്കും ഒരുപാട് ദൂരം ആകുമ്പോഴത്തേക്കും വൊമിറ്റ് ചെയ്യുന്ന ചെയ്തേക്കല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് പോവാണ്. എന്നാൽ ബോട്ടിൽ കയറി കഴിഞ്ഞതും ആ ഡയലോഗ് അടിച്ച ടാൻ തന്നെ ഒരു പരുവമായിട്ട് ഇരുന്നങ്ങ് വൊമിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം നമ്മുടെ ക്യൂവും ടോയും ഭീമും പുമ്മും എല്ലാം കൂടെ ആ ഒരു ബോട്ടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന് ടൈറ്റാനിക് പോസൊക്കെ ചെയ്ത് ഫോട്ടോയൊക്കെ എടുത്ത് അടിച്ച് പൊളിക്കുകയാണ്. അതിനുശേഷം ഇവർ ബീച്ചിൽ കളിക്കാനായിട്ട് ഇറങ്ങാണ്. ഈ സമയം ടാനാണെങ്കിൽ നേരത്തെ വൊമിറ്റ് ചെയ്തുകൊണ്ട് തന്നെ എനിക്കങ്ങ് വയ്യെന്ന് പറഞ്ഞ് ഫാങ്ങിൻ്റെ മടിയിൽ കയറി കിടപ്പുണ്ട്. ആ സമയം ഭീം നേരത്തെ ഡയലോഗ് അടിച്ച ആളാണ് അതായത് കമന്ന് നടക്കുന്നതെന്ന് പറയാണ്. ആ സമയം ചെയിനും കളിയാക്കുന്നുണ്ട്. ആ സമയം ടാനാണെങ്കിൽ എൻ്റെ പൊന്നോ ഞാൻ അത്രയ്ക്കൊന്നുമില്ല, എന്നാൽ നിൻ്റെ കാര്യമോ ഏറ്റവും കഷ്ടമെന്ന് ചെയിനോട് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ചെയിനിൻ്റെ അടുത്ത്, നിനക്ക് പന്നിനെ ഇഷ്ടമാണ്, പക്ഷേ പന്നിന് അത് ഇതുവരെയായിട്ട് മനസ്സിലായില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. പന്നി ഇതൊക്കെ കേട്ടോണ്ട് അവിടെ തൊട്ടടുത്തിപ്പുണ്ടായിരുന്നു, അവൻ കേട്ടോന്ന് അറിയത്തില്ല. ആ സമയം പെട്ടെന്ന് ചെയിനാണെങ്കിൽ ടാൻ്റെ അടുത്ത് വാടച്ച് മിണ്ടാതിരിക്കണമെന്ന് ഉറക്കെ വിളിച്ച് പറയാണ്. ഈ സമയം എല്ലാവരും ഷോക്കാവുന്നുണ്ട് പന്നത് കേട്ടോ ഇല്ലയെന്ന്. എല്ലാവർക്കും അറിയാം ചെയിനിന് പന്നിനെ ഇഷ്ടമാണെന്ന്.
അങ്ങനെ ആ സമയം പന്നാണെങ്കിൽ ഇഷ്ടമോ ആ അതെ എനിക്ക് പെൻഗ്വിനെ ഇഷ്ടമാണെന്ന് പറയാണ്. ഇവ എന്ത് പറയാലും പെൻഗ്വിൻ മാത്രമേ മിണ്ടത്തുള്ളൂ. ആ സമയം എല്ലാവരും എൻ്റെ ദൈവം എന്തൊരു കഷ്ടമാണ് ഇതുവരെയായിട്ട് അവന് മനസ്സിലായില്ലെന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ സമയം ചെയ്യും ആ അതെ അതെ പെൻഗ്വിൻ അടിപൊളിയാണ് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിപ്പുണ്ട്. അതിനുശേഷം എല്ലാവരും കളിക്കാൻ ഇറങ്ങുകയാണ്. ഈ സമയം നമ്മുടെ പുമ്മാണെങ്കിൽ കളിക്കാൻ ഇറങ്ങാതെ ഫാങ്ങിൻ്റെ അടുത്ത് വന്നിപ്പുണ്ട്. ഈ സമയം പന്നാണെങ്കിൽ കുറേ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഫാങ്ങിൻ്റെ ദേഹത്ത് തെറിപ്പിക്കുന്നുണ്ട്. ആ സമയം ഫാങ്ങാണെങ്കിൽ ഒരു കുഞ്ഞ് ഹാൻഡ് ബാഗ് തൂക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയം ഫാങ്ങാണെങ്കിൽ നീ എന്താ ചെയ്തപ്പോൾ നീ ബാഗ് നനയ്ക്കില്ലേ എന്ന് പറഞ്ഞിട്ട് അതിനെ പൊത്തി പൊത്തി വെച്ചുകൊണ്ട് നടക്കുന്നത്. ആക്ച്വലി ടാൻ വാങ്ങിച്ചു കൊടുത്തതാണ്, അതുകൊണ്ടാണ് നനയാതെ അവനെ കൊണ്ട് നടക്കുന്നത്. ആ സമയം ഇപ്പോൾ ഓ ബോയ് ഫ്രണ്ട് വാങ്ങിച്ചത് സാധനം കൊണ്ട് നടക്കുവാണല്ലോ, അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ സാധനം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവനാണെങ്കിൽ ഈ സാധനത്തിനല്ല എനിക്ക് കൂടുതൽ ഇഷ്ടം, അത് വാങ്ങിച്ചെന്ന ആളെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളിത് വാങ്ങിച്ചതുകൊണ്ടാണ് ഞാനിതൊന്നും പറ്റാതെ കൊണ്ട് നടക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടോണ്ട് ടാൻ പുറകെ നിൽപ്പുണ്ടായിരുന്നു. നമ്മുടെ ഫാങ് ആണെങ്കിൽ അവന് ടാനിനെ ഇഷ്ടമാണെന്നുള്ള കാര്യം ഇഷ്ടമാണ് എന്നിങ്ങനെ ടാൻ പറയുന്നു, അല്ലെങ്കിൽ ഉറക്കെ പറഞ്ഞുകൊണ്ട് നടക്കാറില്ലല്ലോ. അതുകൊണ്ട് തന്നെ ടാനിന് അവനിങ്ങനെ പറയണ കേൾക്കണമെന്നുണ്ടായിരുന്നു. അതിന് അവനെ സഹായിക്കുകയാണ് ഇപ്പോൾ പുമ്മ്. അങ്ങനെ പുമ്മ് അപ്പോൾ നിനക്ക് ടാനിനെ ഇഷ്ടമാണെന്ന് വെച്ചപ്പോൾ അവനാണെങ്കിൽ എനിക്ക് അവൻ ഒരുപാട് ഇഷ്ടമാണ്, അവനാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളെന്ന് പറയാണ്. അങ്ങനെ അത് പറഞ്ഞു ചെയ്തും പുമ്മാണെങ്കിൽ ഉടനെ ടാനിൻ്റെ അടുത്ത് കേട്ടല്ലോ സമാധാനമായല്ലോ എന്ന് പറയാണ്. ആ സമയമാണ് ഫാങ് ടാൻ അവിടെ പുറകെ നിന്ന് എല്ലാം കേട്ടോണ്ടിരിക്കുന്നത് മനസ്സിലാക്കുന്നത്. ആ സമയം ഫാങ് ആണെങ്കിൽ മാറി കിട ചെക്കാന്ന് പറഞ്ഞിട്ട് വീണ്ടും അവൻ പഴയതുപോലെ ആവുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും വെള്ളത്തിൽ കളിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പീമും ചെയിനും പന്നും ക്യൂവും പിന്നെ ടാനും കൂടെ ആയിട്ട് അവിടെ വന്നിരിക്കുകയാണ്. ഇവർ 5 പേരും കുട്ടിക്കാലം തൊട്ടുള്ള ഫ്രണ്ട്സാണ്. എന്നാൽ ഇപ്പോൾ അവരുടെ കോളേജിൽ 4th ഇയറും കഴിഞ്ഞ് അവർ ഗ്രാജുവേറ്റ് ആവാൻ പോവുകയാണ്. അങ്ങനെ ആ ഒരു കാര്യമൊക്കെ ആലോചിച്ചിട്ട് ഇവർ 5 പേർക്കും ചെറിയ സങ്കടമൊക്കെ വരുന്നുണ്ട്. പീമാണെങ്കിൽ എത്ര പെട്ടെന്ന് സമയം പോകുന്നത്, ഇനിയിപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ട്രാവൽ ചെയ്യാൻ പറ്റുമെന്നില്ല അറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം പന്നും ഇന്നത്തെ ദിവസം എൻ്റെ ലൈഫിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസം തുടങ്ങിയപ്പോൾ ചെയിനും സത്യം ഇത്രയും എൻജോയ് ചെയ്തിട്ടൊരു ദിവസമില്ല, നിങ്ങളോടൊക്കെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ട് ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറയാണ്. ആ സമയം ടാന് എന്തൊക്കെ സംഭവിച്ചാലും ഇനി നമ്മൾ ഗ്രാജുവേറ്റായി പോയാലും ഞങ്ങൾ 4 പേരും എന്നും നിൻ്റെ വീട്ടിൽ വന്ന് നിൻ്റെ ബെഡിൽ നിന്നെയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുമെന്ന് പീമിനോട് പറയാണ്. ആ സമയം ക്യൂ ആണെങ്കിൽ എന്തുവാ പിള്ളേരെ എന്തിനാണ് നിങ്ങളിങ്ങനെ ഇമോഷണൽ ആവുന്നത്, എന്നെ കൊണ്ടിട്ട് കരയിപ്പിക്കില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ ബാക്കിയുള്ളവർ കളിക്കുന്ന എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം ഇവരെല്ലാവരും തിരിച്ചു പോവാണ്. അങ്ങനെ പോകാനായിട്ട് എല്ലാവരും നടക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ടോയ് വന്നിട്ട് നമ്മുടെ ക്യൂവിൻ്റെ കുറുക്കിൽ വന്ന് കയറാണ്. ആ സമയം ക്യൂ ആണെങ്കിൽ എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ ടോയ് ആണെങ്കിൽ എനിക്ക് എൻ്റെ കാല് വേദനിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം ക്യൂ ആണെങ്കിൽ ഇത്രയും നേരം നീ ഇവിടെ കിടന്ന് ഓടിക്കളിച്ചല്ലേ അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലോ എന്ന് പറഞ്ഞപ്പോൾ ക്യൂ ആണെങ്കിൽ മിണ്ടാതിരിക്കാന്ന് പറഞ്ഞിട്ട് അവനെ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം ബാക്കിയുള്ളവർ ഇത് കാണുന്നുണ്ട്. ആ സമയം ക്യൂ നീ ചുമ്മാ ഇറങ്ങിയാണോ, നിനക്ക് ശരിക്കും കാല് വേദനിക്കുന്നുണ്ടെന്ന് വെച്ചപ്പോൾ ടോയ് ആണെങ്കിൽ ഞാൻ ചുമ്മാ ഇറങ്ങിയതാ, എനിക്ക് നിന്നെ ഹഗ് ചെയ്യണമെന്നുണ്ടായിരുന്നു എന്ന് പറയാണ്. ആ സമയം ക്യൂ ഇതങ്ങ് സ്വന്തമായിട്ട് പറഞ്ഞാൽ പോലെ എനിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ, പിന്നെ നീ പറഞ്ഞാൽ അനുസരിക്കാതിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ നടന്നു പോവാണ്. ഇത് കണ്ടിട്ട് ടാനി ഫാങ് ഓ നോക്ക് ബേബി എന്നൊക്കെ പറഞ്ഞിട്ട് ഫാങ്ങിൻ്റെ കവിളിൽ ഉമ്മ കൊടുത്തിട്ട് അവർ നടന്നങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരും അവരുടെ റൂമിലേക്ക് തിരിച്ചു ചെല്ലാണ്. അതിനുശേഷം കാണിക്കുന്ന ഫാങ് കുളിച്ചിട്ട് ടവലിൽ ഇങ്ങനെ ഇറങ്ങി വരുന്നതാണ്. ആ സമയം അവിടെ ടാൻ നിൽപ്പുണ്ടായിരുന്നു. ടാനാണെങ്കിൽ ഫാങ്ങിനെ കണ്ടിട്ട് ഓ നീ ഈ ഡ്രസ്സ് ഇട്ടിരിക്കുന്ന കാണാൻ എനിക്കിഷ്ടമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഫാങ് ഈ ടവലോ എന്ന് ചോദിച്ചപ്പോൾ ടാനാണെങ്കിൽ അവൻ്റെ അടുത്ത് നിന്നിട്ട് അതെ അതാകുമ്പോൾ എനിക്ക് എളുപ്പത്തിൽ ഇത് അഴിച്ച് കളയാലോ എന്ന് ഇറക്കിയിട്ട് പതുക്കെ അതിൻ്റെ കെട്ടിങ്ങനെ അഴിക്കുകയാണ്. ആ സമയം പെട്ടെന്ന് ഫാങ് ടാനിനെ ബെഡിലേക്ക് ചേർത്ത് കിടത്തിയിട്ട് രണ്ടുപേരും പിന്നെ കിസ് ചെയ്യാണ്. പിന്നെ നടക്കുന്ന കാര്യമൊന്നും പറയേണ്ട ആവശ്യമേ ഇല്ല. അതിനുശേഷം കാണിക്കുന്ന നൈറ്റാണ്. നമ്മുടെ ക്യൂവും ടോയും ഉറങ്ങാനായി കിടക്കുന്നുണ്ട്. ആ സമയം നമ്മുടെ ക്യൂ ആണെങ്കിൽ ടോയുടെ അടുത്ത് വന്നിട്ട് ഇവരിങ്ങനെ റൊമാൻറ്റിക്കൊക്കെ ആയിട്ട് കൂടുതൽ സംസാരിക്കാനൊന്നും തന്നെ നിൽക്കാതെ അവരും കിസ് ചെയ്യാണ്. ഈ സമയം പീമും പൊമ്മും ഉറങ്ങാൻ കിടന്നിട്ടില്ലായിരുന്നു. അവരാ കടലിൻ്റെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് ഇങ്ങനെ ആകാശമൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്. ആ സമയം പൊമ്മ് നിനക്ക് തണുക്കുന്നുണ്ടോ, ഞാനെങ്കിൽ നിന്നെ കെട്ടിപ്പിടിച്ചിരിക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം പീമാണെങ്കിൽ റിപ്പീറ്റായിട്ട് പും 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 എന്ന് പറഞ്ഞ് അവൻ്റെ പേരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തെല്ലാം പൊമ്മ് എന്ത് പറ്റി എന്താ കാര്യം പറ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ആ സമയം പീമു ഒന്നുമില്ല എനിക്കെൻ്റെ പേരിങ്ങനെ പറയണമെന്ന് തോന്നിയെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ഹഗ് ചെയ്യാണ്. ആ സമയം പൊമ്മ് ഞാൻ ഒരു തീരുമാനം എടുത്തു, നീ പറഞ്ഞ പോലെ തന്നെ ഞാൻ എൻ്റെ അച്ഛനോട് സംസാരിക്കാൻ പോവാം, പക്ഷേ നീ എൻ്റെ കൂടെ വേണം, എൻ്റെ എല്ലാ മൊമെൻറ്റ്സിലും എൻ്റെ കൂടെ നീ ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ട് അവരും കിസ് ചെയ്യാണ്. അതിനുശേഷം കാണിക്കുന്ന അടുത്ത ദിവസം പീമും ഫാങ്ങും കൂടെ ആയിട്ട് നമ്മുടെ പുമ്മിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുകയാണ്. ആ സമയം നമ്മുടെ ഫാങ്ങിനെ ടാൻ വിളിച്ചിട്ട് ബേബി ബേബി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ക്യൂട്ടായിട്ട് ഐ മിസ് യു എന്ന് പറ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനായിട്ട് ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ഫാങ്ങാണെങ്കിൽ നമ്മുടെ പീം ഇരിക്കണോണ്ട് തന്നെ വച്ചിട്ട് പോടാമെന്ന് പറഞ്ഞിട്ട് കുറേ ഇരുന്ന് ടാനിനെ പറയുന്നുണ്ട്. എന്നിട്ട് പീം തിരികേണ്ടിട്ട് ഐ മിസ് യു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പീമ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം കോള് കട്ട് ചെയ്യാണ്. ഈ സമയം കണ്ടി പുമ്മും വന്നായിരുന്നു. നമ്മുടെ ഫാങ്ങാണെങ്കിൽ നമ്മുടെ ടാനിൻ്റെ മുന്നിൽ ഒട്ടും തന്നെ ഒരു സ്നേഹം കാണിക്കാതെ ഇങ്ങനെയാണ് തരാം പോട ചെക്കാന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന കണ്ടിട്ട് നമ്മുടെ പീമാണെങ്കിൽ ഓഹ് എൻ്റെ ഫ്രണ്ട് പാവമല്ലേ, കുറച്ചെങ്കിലും ഒന്ന് സ്നേഹം കാണിച്ചിട്ടെന്ന് വെച്ചപ്പോൾ ഫാങ്ങാണെങ്കിൽ എന്നെ കൊണ്ടൊന്നും വയ്യ, ഇവൻ എന്താ എപ്പോഴും ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം പീമാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയണ്ട, നിങ്ങളുടെ ഒരു ഒറ്റയ്ക്കുള്ള സമയത്ത് നീ എങ്ങനെയാണെന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ്. ആ സമയം ഫാങ്ങാണെങ്കിൽ എന്ത് ചെയ്യണം പറഞ്ഞുകൊണ്ടെങ്കിൽ ഇരുത്തിട്ട് എങ്കിൽ പിന്നെ എന്തിനാ എന്നോട് ചോദിക്കാൻ വരുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്
ഇവർ മൂന്നുപേരും അവിടെ നിന്ന് ചെല്ലാണ്. ഇവർ മൂന്നുപേരും നേരെ നമ്മുടെ പുമ്മിൻ്റെ വീട്ടിലോട്ടായിരുന്നു പോയത്. അങ്ങനെ അവിടെ ചെന്ന് നമ്മുടെ പുമ്മാനെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പീമിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ അച്ഛനോട് സംസാരിക്കാത്തത്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നോക്കിയിട്ടാണ് ഇവർ ചെന്നത്. അങ്ങനെ അവിടെ ചെന്നതും ഇവർ മൂന്നുപേരും കൂടെ ആയിട്ട് നമ്മുടെ പുമ്മിൻ്റെ അമ്മയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം അങ്ങോട്ട് പുമ്മിൻ്റെ അച്ഛൻ വരാണ്. ഈ പുമ്മിനെ തട്ടി തട്ടി വിടുന്നതുകൊണ്ട് തന്നെ പുമ്മും അച്ഛനോട് ചിലത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവരെല്ലാവരും കൂടി ഫുഡ് കഴിക്കുകയാണ്. ആ സമയം പുമ്മ് അച്ഛനോട് വലിയ ദേഷ്യമൊന്നും കാണിക്കാതെ തന്നെ അച്ഛന് ഫുഡൊക്കെ എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അച്ഛനും തിരിച്ച് സ്നേഹത്തോടെ തന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പീമും പുമ്മിൻ്റെ റൂമിൽ വന്നിരിക്കുകയാണ്. ആ സമയം പീമ് അവസാനം നീ സംസാരിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ ഹഗ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പുമ്മാണെങ്കിൽ പീമിനെ അവിടെ പിടിച്ച് കിടത്തിയിട്ട് നെറ്റിയിൽ കിസ് ചെയ്യാണ്. അവൻ വേറെ എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ മുമ്പേ തന്നെ പീമാണെങ്കിൽ മാറി കിടക്കണമെന്ന് പറഞ്ഞ് അവൻ അവിടെ തള്ളിയിട്ടിട്ട് അതൊരു കയ്യും പിടിച്ച് കിടക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്ന അടുത്ത ദിവസം കോളേജിൽ പീമും ക്യൂവും ഫായും കൂടെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. ആ സമയം നമ്മുടെ ക്യൂ ആണെങ്കിൽ ഫായ്ക്ക് ഗിറ്റാർ വായിക്കാനായിട്ട് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. ആ സമയം ഫായി ആണെങ്കിൽ നേരെ ചെയ്യാത്തതുകൊണ്ട് തന്നെ എൻ്റെ ദൈവം ഈ പെണ്ണിനെ കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് ഇവളെ ഇട്ട് കളിയായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം ഇങ്ങോട്ടേക്ക് ടോയ് വന്നിട്ട് ക്യൂ നീ എന്താ ചെയ്യുന്നത്, എവിടെ ചെയ്യുന്നത്, നീ എന്താ എന്നെ വിളിക്കാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ചാറ പറയാമെന്ന് കുറേ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ആ സമയം ക്യൂ ആണെങ്കിൽ ഓരോന്നോരോന്നായിട്ട് ചോദിക്കും. മനുഷ്യന് മനസ്സിലാവുന്നില്ല, മനുഷ്യന് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് പറയാണ്. ആ സമയം ടോയ് ആണെങ്കിൽ കേൾക്കാതിരിക്കാനും മനസ്സിലാവാതിരിക്കാനും മാത്രം ഞാൻ സിമ്പിളായിട്ടുള്ള കാര്യത്തിൽ ചോദിച്ചാൽ പ്രായമായ കുറേ മനുഷ്യന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് പറയാണ്. ആ സമയം അത് പറഞ്ഞു കേട്ടതും നമ്മുടെ ഫായ്ക്കും പീമിനും ക്യൂവിനും എല്ലാം അവരെ ഇട്ട് താങ്ങിയ ഒരു അവസ്ഥ തോന്നാണ്. അങ്ങനെ ക്യൂ ആണെങ്കിൽ ഡോണ്ടു ഇങ്ങനെയൊന്നും പറയരുതെന്നൊക്കെ പറഞ്ഞിട്ട് ക്യൂട്ടോയിനെ വാ നമുക്ക് ഈ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് അവനെയും വിളിച്ചുകൊണ്ട് പോവാണ്. ഇവർ ചെന്നത് ഇവരുടെ സ്ഥിരം ആ പഴയ കഫേ തന്നെയായിരുന്നു. അങ്ങനെ അവിടെ ചെന്നത് ടോയ് ആണെങ്കിൽ ഇവിടെ എന്താ വന്നതെന്ന് വെച്ചപ്പോൾ ക്യൂ അവിടെ ഇരുന്ന് പെയിൻറ്റിങ്സ് എല്ലാം നോക്കിയിട്ട് ഞാൻ ഈ സ്ഥലം മിസ് ചെയ്തു എന്ന് പറയാണ്. അതിനുശേഷം ഡ്രിങ്ക്സ് ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയം ക്യൂ ആയിട്ട് ഒരു ഗിറ്റാർ എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ ടോയ്ക്ക് വേണ്ടി പാട്ടൊക്കെ പാടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ടോയ് ആണെങ്കിൽ നമുക്ക് മുമ്പത്തെ പോലെ തന്നെ ചെയ്യാൻ നമുക്ക് സ്റ്റിക്കി നോട്ടിൽ എഴുതി സംസാരിക്കാൻ തുടങ്ങിയിട്ട് അവർ സ്റ്റിക്കി നോട്ട് എടുത്തിട്ട് എന്തോ എഴുതാണ്. അതിൻ്റെ അകത്ത് എഴുതിയിരുന്നത് നീ എനിക്ക് എന്നും പാട്ട് പാടി തരുമെന്നായിരുന്നു. അങ്ങനെ അത് കണ്ടിട്ട് ക്യൂ ഒരു സ്റ്റിക്കി നോട്ടിൽ എന്നും ഞാൻ നിനക്ക് വേണ്ടി പാട്ട് പാടി തരാമെന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതാണ്. അതിനുശേഷം ടോയ് ആണെങ്കിൽ ആ സ്റ്റിക്കി നോട്ടിൽ DYLM എന്ന് എഴുതിയിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആ സമയം ഫസ്റ്റ് ക്യൂവിന് കണ്ടിട്ട് അതെന്താണെന്ന് മനസ്സിലായില്ല. അങ്ങനെ പിന്നീട് കാര്യം മനസ്സിലായതും VRM എന്നും പറഞ്ഞിട്ട് തിരിച്ചെഴുതി അവന് കാണിച്ചു കൊടുക്കുകയാണ്. അത് എന്താണെന്ന് ടോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ടോയ് ഫസ്റ്റ് DYLM എന്ന് ചോദിച്ച് ഉദ്ദേശിച്ച സംഭവം എന്ന് വെച്ചാൽ ഡു യു ലവ് മീ എന്നായിരുന്നു. അത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ VRM എന്നും പറഞ്ഞ് അവൻ തിരിച്ച് റിപ്ലൈ കൊടുത്തത് വെരി മച്ച് എന്നുമായിരുന്നു. അങ്ങനെ അതിനുശേഷം അടുത്ത് വീണ്ടും ക്യൂ തന്നെ ഒരു സംഭവം എഴുതിയിട്ട് നമ്മുടെ ടോയുടെ നെറ്റിയിലൊട്ട് ചോദിക്കുകയാണ്. അങ്ങനെ ടോയ് അത് ഇളക്കി നോക്കിയപ്പോൾ അതിലുണ്ടായിരുന്നത് വാശിക്കാരൻ ചെക്കനെന്നായിരുന്നു. ആ സമയം അവനാണെങ്കിൽ ആ വാശിക്കാരൻ ചെക്കനൊന്നും അല്ലാന്ന് പറഞ്ഞിട്ട് അവൻ വേറെ പേപ്പറിൽ വേറെന്തോ സംഭവം എഴുതിയിട്ട് അത് ക്യൂവിൻ്റെ നെറ്റിയിലൊട്ടിക്കുകയാണ്. എന്നാൽ അത് എന്താണെന്ന് ക്യൂവിനെ നോക്കാൻ അവൻ സമ്മതിക്കുന്നില്ല. അതിലവ എഴുതി വെച്ചിരുന്നത് നീ എൻ്റെ സ്വന്തമാണെന്ന് ആയിരുന്നു. എന്നാൽ അത് അവൻ ക്യൂവിനെ നോക്കാൻ സമ്മതിക്കുന്നേ ഇല്ല എന്താണ് എഴുതിയെന്ന്. അതിനുശേഷം കാണിക്കുന്നത് രാത്രി ഇവരെല്ലാവരും തന്നെ ഒരു വലിയ പാർട്ടിക്ക് വേണ്ടി എല്ലാം സെറ്റാക്കുന്നതാണ്. അതായത് ഇവർക്ക് മൈക്കിൽ കൂടെ സംസാരിക്കാനായിട്ട് ടാനും മൈക്കും എല്ലാം സെറ്റാക്കുന്നുണ്ട്. അവനവിടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ടോയ് നിന്നിട്ട് ഈ 2 മൈക്ക് കയ്യിലെടുത്ത് വെച്ചിട്ട് 1 2 3 4 5 6 7 8 9 10 എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പാട്ട് പാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം അവനാണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കടാന്ന് ടോയുടെ അടുത്ത് പറഞ്ഞപ്പോൾ ടോയ് ആണെങ്കിൽ ഞാൻ ഇവിടെ ഹെൽപ്പ് ചെയ്യാനല്ലേ നോക്കുന്നത് ടാനിനോട് പറയാണ്. ഈ സമയം ടോയിൻ്റെ അടുത്ത് ഫുഡ് കുക്ക് ചെയ്യാനായിട്ട് വന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് മിക്കും ബിയറൊക്കെ വിളിക്കുകയാണ്. അങ്ങനെ ടോയ് അങ്ങോട്ട് ചെല്ലാണ്. ഈ സമയം എല്ലാവരും ഐസും ഇവർക്ക് കുടിക്കാനുള്ള ഡ്രിങ്ക്സും ഫുഡും എല്ലാം കൊണ്ട് സെറ്റാക്കിയിരിക്കുന്നുണ്ട്. ഇവരുടെ ആൻറ്റിയും അതായത് നമ്മുടെ പീമിൻ്റെ ആൻറ്റിയും ഇവരുടെ കൂടെ ഉണ്ട്. അങ്ങനെ എല്ലാവരും അടിച്ച് പൊളിക്കാൻ കണക്കിന് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ ഒരു ടൈമിന് നമ്മുടെ ക്യൂ ആണെങ്കിൽ ടോയിന് കുടിക്കാനായിട്ട് ഡ്രിങ്ക്സ് കൊണ്ട് കൊടുക്കുകയാണ്. അത് ടോയ് ഇങ്ങനെ വാക്കത്ത് വെച്ചതും അവനത് ക്യൂവിൻ്റെ മുഖത്ത് തുപ്പാണ്. ആ സമയം ക്യൂ ആണെങ്കിൽ നീ എന്നെ മൊത്തം നനച്ചു പറഞ്ഞിട്ട് അവനെ ഇവിടെ ഇട്ട് ഓടിച്ചിട്ട് പിടിക്കുകയാണ്. അതിനുശേഷം ഇവരെല്ലാവരും ഡ്രിങ്ക് ചെയ്യുന്നുണ്ട്. ഡ്രിങ്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കിളി പോയി വട്ടായിട്ട് നമ്മുടെ പന്ന എഴുന്നേറ്റൊന്ന് ഒരു മൈക്ക് എടുത്തിട്ട് പാട്ട് പാടാൻ തുടങ്ങുകയാണ്. ആ സമയം ടാൻ അങ്ങോട്ടേക്ക് എന്നാൽ മൈക്ക് വാങ്ങിച്ചിട്ട് അവൻ പാട്ട് പാടാണ്. അവനങ്ങനെ ഫാങ്ങിൻ്റെ അടുത്തുണ്ട് എൻ്റെ ഫാങ് എൻ്റെ സ്വന്തം ഫാങ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പാട്ട് പാടുന്നുണ്ട്. എന്നിട്ട് അവൻ ചെന്നിരിക്കുകയാണ്. ആ സമയം വീണ്ടും പന്ന് എടുക്കുവാണ് മൈക്ക്. അങ്ങനെ പന്നെ കുടിച്ചിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടാൻ പോകണമെന്ന് മനസ്സിലായിട്ട് ചെയിൻ ചെന്ന് ഉടനെ തന്നെ പന്നിനെ പിടിച്ചിട്ട് ആ ഒരു മൈക്കൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ചെയിനാണെങ്കിൽ പന്നിൻ്റെ അടുത്ത് നിനക്കൊന്നും മിണ്ടാതിരുന്നൂടെ, നീ കുടിച്ചു കഴിഞ്ഞാൽ നീ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് നിനക്കറിയത്തില്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെട്ടാണ്. ആ സമയം അവിടെ തൊട്ടടുത്ത് അവരുടെ അടുത്തായിട്ട് മാത്യു നിൽപ്പുണ്ടായിരുന്നു. മാത്യു ഉടനെ ചെയിനിൻ്റെ അടുത്ത് നീ എപ്പോഴും അവനെ കുറ്റം പറയും, എന്നാൽ നീ ആണെങ്കിൽ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യുമല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് നടന്നു പോവാണ്. ആ സമയം എല്ലാവരും ഇവരെ മൈൻഡ് ചെയ്ത് ഡ്രിങ്ക് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ചെയിനാണെങ്കിൽ മൈക്കിൽ കൂടെ എനിക്ക് നിങ്ങളുടെ എല്ലാത്തൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് പന്നിനെ ഇഷ്ടമാണെന്ന് പറയാണ്. ആ സമയം ആരും മൈൻഡില്ലാത്ത കണക്കിനിരിക്കുകയാണ്. ആ സമയം ചെയിനാണെങ്കിൽ നിനക്ക് എന്തൊരു മൈൻഡില്ലാത്തതെന്ന് വെച്ചപ്പോൾ എല്ലാവരും ഞങ്ങൾക്കിത് നേരത്തെ അറിയാം, നിനക്ക് അവനെ ഇഷ്ടമാണെന്ന് അറിഞ്ഞുകൂടാത്തത് അവന് മാത്രമാണ്, ബാക്കി നമുക്ക് എല്ലാവർക്കും നിനക്ക് പന്നിനെ ഇഷ്ടമാണെന്നുള്ള കാര്യം അറിയാം, നീ പോയി നിൻ്റെ പന്നിനോട് നിനക്ക് ഇഷ്ടമാണെന്ന് പറയാനായിട്ട് പറയുന്നുണ്ട്. ഇത് നമ്മുടെ പന്നാണെങ്കിൽ അവിടെ നിൽപ്പുണ്ട്. പന്നിങ്ങനെ ബോധമില്ലാത്ത പോലെ ഇങ്ങനെ തോളിൽ തല വെച്ച് കിടക്കുമായിരുന്നു. എന്നാൽ പന്നി ഇവൻ പറഞ്ഞെല്ലാം കേട്ടായിരുന്നു. അങ്ങനെ പന്നി പതുക്കെ ഇവനെ തല ഉയർത്തി നോക്കുകയാണ്. ആ സമയം ചെയിനും പന്നിനെ നോക്കിയിട്ട് ഇവർ കിസ് ചെയ്യാണ്. ആ സമയം ബാക്കിയുള്ള എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷേ ടോയിനെ അത് കാണിക്കാൻ സമ്മതിക്കാതെ നമ്മുടെ ക്യൂ ആണെങ്കിൽ ടോയുടെ കണ്ണ് പൊത്തി വെച്ചിട്ട് കൊച്ചു പിള്ളേർ ഇത് കാണാൻ പാടില്ല എന്ന് പറയാണ്. അങ്ങനെ കിസ് ചെയ്ത് കഴിഞ്ഞതും
ഇത് വാ നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഈ സമയം നമ്മുടെ ഭീമു എല്ലാം ഷോക്കായി നിൽക്കുന്നുണ്ട്. ആ സമയം പിന്നെയും നമ്മുടെ പന്ന പിടിച്ച് ചെയിനിനെ കിസ് ചെയ്യാണ്. അങ്ങനെ അവിടെ ഫുൾ ആഘോഷവും കളിയും ചിരിയും ഒക്കെ ആവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ഇവരുടെ കോളേജിലാണ്. വീണ്ടും നമ്മുടെ ഭീമിൻ്റെ ആർട്ട് ഗാലറിയാണ് കാണിക്കുന്നത്. ആ ആർട്ട് ഗാലറിയിൽ വീണ്ടും നമ്മുടെ ഭീമിൻ്റെ മറ്റൊരു വർക്ക് ഡിസ്പ്ലേക്ക് വെക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും അവൻ്റെ വർക്ക് വയ്ക്കാൻ പറ്റിയതിൽ അവനെ കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട് ഒരു ബൊക്കയും കൊടുത്ത് അങ്ങോട്ടേക്ക് പൊമ്മു വന്നിട്ട് പിന്നെ അവരുടെ റൊമാൻറ്റിക്കായി നിൽക്കുകയാണ്. ആ സമയമുള്ള ബാക്കി എല്ലാവരും അങ്ങോട്ടേക്ക് വന്നിട്ട് എൻ്റെ പൊന്നു പിള്ളേരെ ഇത് ആർട്ട് ഗാലറിയാണ്, ഇവിടെയും വെച്ച് നിങ്ങളോട് റൊമാൻറ്റിക് ആവാൻ നിൽക്കുകയാണെന്നൊക്കെ ചോദിച്ചിട്ട് രണ്ടുപേരെയും കളിയാക്കുകയാണ്. ആ സമയം ഭീമാണെങ്കിൽ റൊമാൻറ്റിക്കായ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ട് അല്ലേ ക്യൂ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ക്യൂവും അതെ റൊമാൻറ്റിക്കായ എന്താ കുഴപ്പമെന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ ടോയ്ലറ്റ് അടുത്ത് പോയിട്ട് അവൻ്റെ ചുണ്ടി കിസ് ചെയ്യാണ്. ആ സമയം എല്ലാവരും ഞങ്ങളുടെ മുന്നിൽ വെച്ചോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ഭീമിൻ്റെ ആ ഒരു ഡ്രോയിങ് കണ്ടിട്ട് ടോയാണെങ്കിൽ ഈ ഡ്രോയിങ്ങിൻ്റെ പിന്നിലുള്ള അർത്ഥം എന്താണെന്ന് ചോദിക്കുകയാണ്. ആ സമയം ഭീം എൻ്റെ എല്ലാ ഡ്രോയിങ്സിലും നമ്മുടെ എല്ലാവരുടെയും മെമ്മറീസാണ് ഉള്ളത്. എനിക്ക് വെള്ളം ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അതിൽ വരയ്ക്കുന്നു. എന്നാൽ അതിൻ്റെ കൂടെ ചേർന്ന് വരുന്ന പല കാര്യങ്ങളും നമ്മുടെ എല്ലാവരുടെയും മെമ്മറീസ് വരുന്നതാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ടോയാണെങ്കിൽ നിൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര കംഫർട്ടബിളാണ്, പക്ഷേ ക്യൂവിൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ലാന്ന് പറഞ്ഞിട്ട് ക്യൂവിന് താങ്ങാണ്. ആ സമയം ക്യൂ ആണെങ്കിൽ ടോയിനെ അടിക്കാനായിട്ട് ഓട്ടിക്കുന്നുണ്ട്. അതിനുശേഷം പെട്ടെന്ന് തന്നെ നമ്മുടെ ടാൻ ആണെങ്കിൽ എനിക്കൊരു കാര്യം സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ സംസാരിച്ചു തുടങ്ങാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ ടാൻ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത്. ടാനാണെങ്കിൽ നിങ്ങളെല്ലാവരും ഫ്രണ്ട്സായിട്ട് കിട്ടിയാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാന്ന് അറിയുന്നുണ്ട്. ടാൻ ഇത്രയും സീരിയസ് ആയിട്ട് സംസാരിച്ച് ഒരു സിറ്റുവേഷൻ പോലും ഈ സീരീസ് ഉണ്ടായിട്ടില്ല. അങ്ങനെ അതും പറഞ്ഞിട്ട് ഇവരെല്ലാവരും ഹഗ് ചെയ്യാണ്. അതിനുശേഷം നമ്മുടെ ടീമിൻ്റെ വർക്കാണല്ലോ അവിടെ വെച്ചേക്കുന്നത്. അവനെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ ടീമിൻ്റെ പൊക്കാണ്. അങ്ങനെ അതും കാണിച്ച് ഈ ഒരു എൻ്റെ ഒരു സീരീസ് ഇവിടെ എൻഡ് ആവാണ്. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സീരീസ് ആയിരുന്നു. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയാം. ഈ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേന്നൊക്കെ പറയാം. പിന്നെ പുതിയ ഏതെങ്കിലും സീരീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. എനിക്കതിന് ഏത് സീരീസ് ചെയ്യേണ്ടത് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. അതുകൊണ്ട് പെട്ടിരിക്കുവാണ്. പറ്റുന്നതാണേ, ഞാൻ കണ്ടതാണേ, നല്ലൊരു അടിപൊളി സീരീസാണ്. എന്തായാലും നിങ്ങൾ പറയുന്നത് കേട്ടേക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇട്ടുതരുന്നത് ബൈ.